നമസ്കാരം. പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം എന്താണ് ഇന്നത്തെ ദിവസം? ഇന്ന് സെപ്റ്റംബർ 13 വെള്ളിയാഴ്ചയാണ്. ഒരാഴ്ച അങ്ങ് തീരാറായി. ഓണം ഇങ്ങ് എത്തി. നാളെ തൊട്ട് ഓണമാണ്. നാളെ ഒന്നാം ഓണം, നാളെ കഴിഞ്ഞ് ഉത്രാടം. ഓക്കെ, എന്തോ വലിയ പാച്ചില്ലായിരിക്കും എന്നാണ് കുട്ടി പറയുന്നത്. എനിക്കും അറിയില്ല, അവനൊക്കെ ചുമ്മാ പറഞ്ഞ. അപ്പൊ എന്താണെങ്കിലും നാളെ തൊട്ട് ഓണങ്ങളുടെ ആഘോഷം തുടങ്ങുകയാണ്. ഓണങ്ങളുടെ ആഘോഷം ഇന്ന് തുടങ്ങി തോന്നുന്നു. സ്കൂളിലും കോളേജിലൊക്കെ ഇന്ന് നല്ല ആഘോഷമാണ്. അപ്പൊ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം. പത്രങ്ങളെ മാത്രമല്ല, ഇന്നലെ തൊട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം, ചർച്ചയല്ല, നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ പ്രധാന വാർത്ത. നമ്മുടെ CPM-ന്റെ തലപ്പത്ത് നിൽക്കുന്ന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. അതാണ് എല്ലാ പത്രങ്ങളിലെയും പ്രമുഖ വാർത്തകൾ എന്ന് പറയുന്നത്. അതെ, എല്ലാ പത്രങ്ങളിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ പറ്റി തന്നെയാണ്. ആ നിറഞ്ഞു നിൽക്കാൻ മാത്രമുണ്ട്. അതായത് ഇന്ത്യയിലെ CPM-നെ ഉയർത്തിക്കൊണ്ടുവന്നല്ല, ആ ഉയർത്തി വന്ന CPM-നെ പിടിച്ചു നിർത്തിയ പല കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള, പല ജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുടങ്ങിയ സംസാരം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു സഖാവ് തന്നെ എന്ന് വിളിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ ഈ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഇന്ദിരാഗാന്ധിയെ വരെ രാജിവെപ്പിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ പോലുള്ള ശക്തമായ സഖാക്കൾ ഇപ്പോഴും നമുക്ക് കുറവാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു സഖാവ് നമുക്കിപ്പോ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു വിരാമം നമുക്ക് വളരെ വേദനാജനകമായ കാര്യമാണ്. അപ്പൊ അതാണ് അഞ്ചാമത്തെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. മാർക്സിസ്റ്റ്, സൈദ്ധാന്തികൻ, ഇടതുപക്ഷ പുരോഗമന, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നായകനായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ ഓരോ ജീവിതം നമുക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇൻസ്പിറേഷൻ ആണ്. അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളും അത്രത്തോളം നമ്മളെ മനസ്സിൽ തറയ്ക്കുന്ന കാര്യമാണ്. സീതാറാം യെച്ചൂരിയുടെ പേര് വരെ അദ്ദേഹം മാറ്റിയതായി. അദ്ദേഹത്തിന് ജാതിവാലി വേണ്ട എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് അദ്ദേഹം സീതാറാം യെച്ചൂരി എന്നുള്ള പേര് വരെ മാറ്റിയിട്ടുള്ളത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പേരൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ മരണമാണ് ഇന്ന്. മാത്രമല്ല, ജനറൽ സെക്രട്ടറിയുടെ പദവിയിൽ ഇരിക്കെ അന്തരിച്ച ആദ്യ നേതാവാണ് സീതാറാം യെച്ചൂരി. വിശാഖപട്ടണത്ത് 2015 നടന്ന 21ാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഹൈദരാബാദ്, കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും ഒക്കെ ആ പദവി അംഗീകരിച്ച വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി. 2005 മുതൽ 2017 വരെ രാജ്യസഭയിലെ CPM കക്ഷി നേതാവായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും അത്രത്തോളം വിലയുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ അത് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും, അത് ഇപ്പോഴത്തെ ഭരണ പാർട്ടിയെ വരെ വിമർശിച്ചുകൊണ്ട് മതനിരപേക്ഷത, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഫെഡറലിസം, സാമൂഹിക നീതി എന്നിവ തകർക്കുന്ന സമീപനമാണ് 10 വർഷമായി BJP നടപ്പാക്കുന്നത്. പാർലമെന്റ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നിവയെ ഇതിനായി ഉപയോഗിക്കുന്നു. ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ അവസാനവും ഭരണഘടനയുടെ തകർച്ചയുമാണ് ഈ ഭരണത്തിന്റെ ബലം. അതാണ് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി, ഇല്ലെ സർക്കാരിനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കാൻ വരെ അദ്ദേഹത്തിനൊരു ഉള്ള ധൈര്യമൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. അതായത് അദ്ദേഹത്തിന് തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയും അദ്ദേഹം. അതായത് അതൊരു വലിയ സഖാക്കളുടെ വലിയൊരു കഴിവ് തന്നെയായിരുന്നു. അതായത് ജനകീയ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുക, വർഗീയത, നവോദാരവൽക്കരണ നയങ്ങള്, ഇതിനൊക്കെ എതിരായിട്ട് പാർലമെന്റിൽ മികച്ച രീതിയിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. പിന്നെ ഗതാഗതം, വിനോദസഞ്ചാരം, സാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലൊക്കെ സുപ്രധാന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ ഒരു നേതൃത്വം വഹിച്ചിട്ടുള്ള ആളും കൂടിയാണ് സീതാറാം യെച്ചൂരി. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും നമുക്ക് ഇപ്പോഴും ഇൻസ്പിറേഷൻ. അദ്ദേഹത്തിന്റെ ധൈര്യം, അതായത് അദ്ദേഹം പറയേണ്ട നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തിത്വമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതായത് ജസ്റ്റിസ് സെന്നിന്റെ വിഷയത്തിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ജസ്റ്റിസ് സെന്നിന്റെ വിഷയത്തിൽ യെച്ചൂരി നടത്തിയ പ്രസംഗം പാർലമെന്റ് പ്രസംഗങ്ങളിലെ ഏറ്റവും മികവുറ്റ പ്രസംഗങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ടെന്ന് വരെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ, അതൊക്കെ വളരെ ശക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയിലെ പകുതി പേർ പോലും ഹിന്ദി പറയുന്നില്ല. അപ്പോൾ ആ ഭാഷയും സംസ്കാരവും ഇന്ത്യയുടെ ദേശീയതയ്ക്ക് സ്വീകരിക്കാനാകില്ല. അതിനാൽ തന്നെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ അംഗീകരിക്കാതെ ഇന്ത്യ എന്ന ദേശത്തിന് നിലനിൽപ്പില്ല.
അതായത് ഒരു BJP-യുടെ ഒരു ഇതായിരുന്നു എല്ലാവരും ഹിന്ദി സംസാരിക്കണം, അങ്ങനെയുള്ള ഒരു നിലപാടൊക്കെ BJP ഭയങ്കരമായിട്ട് ഉന്നയിച്ചപ്പോൾ പോലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കുറെ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. നമ്മൾ സംസ്കാരത്തിലാണെങ്കിലും ഭാഷയിലാണെങ്കിലും ആളുകളിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും മതങ്ങളിലായാലും നിരവധി തരത്തിലുള്ള വൈവിധ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ പരിശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. അതേപോലെ തന്നെ നിരവധി സ്റ്റേറ്റ്മെന്റ്, ഓരോ ചെറിയ കാര്യത്തിന് വരെ അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ അത്രയും വിലപ്പെട്ട ഒന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷം ഒരു ബസ്സിൽ കൊള്ളാവുന്നവരെ ഉണ്ടാവൂ എന്ന് പരിഹസിച്ച നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ ഡൽഹി നിയമസഭയിലേക്ക് ഒരു ഓട്ടോയിൽ പോകാവുന്ന പരുവത്തിൽ 3 പേർ മാത്രമായി. അതായത് മോദി സർക്കാർ എന്ന് പറയുന്നത് ഒത്തിരി MP-മാരും MLA-മാരും പ്രവർത്തകരും ഉള്ളപ്പോൾ പോലും വെറും 3 പേരിൽ ഒതുങ്ങുന്ന പാർട്ടിയായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പോലും അതായത് അവരുടെ തീരുമാനം, ഈ 3 പേരുടെ തീരുമാനം, ആ 3 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ 3 പേരുടെ തീരുമാനം മാത്രമാണ് ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങളടക്കമുള്ളവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേദനാജനകമായ കാര്യമാണ്. ഇന്ത്യനെ നിയന്ത്രിക്കുന്നത് ഈ 3 പേരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയെ നിയന്ത്രിക്കുന്നതെന്ന് മാത്രമല്ല, ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് രാഷ്ട്രീയപരമായാണെങ്കിലും നമുക്ക് ഇന്ത്യക്ക് വേണ്ടി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്. ആ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാനും അവരുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല നിയമങ്ങൾ ഉണ്ടാക്കാനും ചിലപ്പോൾ ഈ 3 പേർ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ രാജ്യത്ത് സമീപകാലത്ത് തെരഞ്ഞെടുപ്പുകൾ കാര്യമായ നേട്ടം ഉണ്ടായില്ലെന്നത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇല്ലാതാവുന്നില്ല. അതായത് ഇടതുപക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനത്തിന് ഒരു അന്ത്യമില്ല. ആരൊക്കെ വന്നാലും പോയാലും അത് ഇങ്ങനെ തലയുയർത്തി തന്നെ നിൽക്കും. ഒരുപാട് എന്ത് മോശം വന്നാലും നല്ലത് വന്നാലും അതിന്റെ ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാത്ത മഹാത്മാഗാന്ധിയുടെ മറ്റു രാഷ്ട്രീയ പ്രവർത്തനം വെറുതെയാവും. ഓക്കെ, ഭരണഘടന ഹിന്ദു രാഷ്ട്രമെന്ന BJP-യുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് മുന്നിലുള്ള ഏക കടമ്പ ഭരണഘടനയാണ്. ഇത് അട്ടിമറിക്കാൻ BJP-ക്ക് ശ്രമിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. എല്ലാവരുടെയും ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയുടെ ആശയം. അതിന് തടസ്സമായി നിൽക്കുന്നവരെ ഇല്ലാതാക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളുടെ രീതിയുമാണ്. അതായത് നമ്മുടെ ഭരണഘടനയെ വരെ തിരുത്താൻ BJP ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. 2014 മുതൽ BJP സർക്കാരിനെതിരായ ആശയ പ്രചാരണത്തിനും നിന്നിട്ടുണ്ടായിരുന്നു. അതായത് ശക്തമായ നിലപാട്, അതായത് നമ്മൾ എതിർക്കേണ്ട വിഷയത്തെ കൃത്യമായിട്ട് എങ്ങനെ എതിർക്കാമെന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ തന്നെ വ്യക്തമാണ്. അത് മാത്രമല്ല, നമ്മുടെ കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തി പ്രചാരണം നയിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ മണിപ്പൂരിലടക്കമുള്ള സംഘർഷബാധിത മേഖലകളിലൊക്കെ അദ്ദേഹം സന്ദർശിച്ച് ജനങ്ങൾക്ക് ആശ്വാസമൊക്കെ നൽകിയിരുന്നിട്ടുണ്ട്. അതെ അതെ അതെ. CPM പൊളിറ്റിക് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഭൂരിപക്ഷമില്ലാതെയും ശക്തമായിരുന്ന പക്ഷത്തിന്റെ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. ആശയപ്പോരായിരുന്നു പക്ഷങ്ങളിൽ സൃഷ്ടിച്ചതെങ്കിലും മാധ്യമങ്ങൾ അവയെ സൗകര്യാർത്ഥം യെച്ചൂരി പക്ഷമെന്നും കരാട്ട് പക്ഷമെന്നും വിശേഷിപ്പിച്ചു. കോൺഗ്രസിനോടുള്ള സമീപനവും പാർട്ടിയുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴികളും സംബന്ധിച്ചായിരുന്നു പക്ഷങ്ങൾ തമ്മിലുള്ള പ്രധാന തർക്കങ്ങൾ. 2014 യെച്ചൂരി ആദ്യം രേഖ കൊണ്ടുവരുന്നത്. 2.5 പതിറ്റാണ്ടായി സ്വീകരിച്ചു പോന്ന രാഷ്ട്രീയ അടവു നയം വിശകലനം ചെയ്തുള്ള വിശദമായ രേഖ പിറ്റേ വർഷം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും കൂട്ടരും താല്പര്യപ്പെട്ടു. അതിന്റെ രൂപരേഖ പൊളിറ്റിക് ബ്യൂറോയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന്റെ ആൾക്കരത്തിനെ പറ്റിയുള്ള ഒരു സംസാരമൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാകുകയും ചെയ്തത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറഞ്ഞാൽ 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. പഠിക്കുമ്പോൾ തന്നെയും പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അദ്ദേഹം. നമ്മളിപ്പോ ഇപ്പോഴത്തെ SFI എന്ന് പറയുന്ന ഒരു ഇതിനകത്തൊക്കെ പക്ഷെ അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹം പക്ഷെ നേരെ തിരിച്ചാന്ന് തോന്നുന്നു. ഭയങ്കര അക്രമങ്ങളൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളെയല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു ആളായിരുന്നു അമ്മ. അതായത് യെച്ചൂരി സാറിന്റെ അമ്മ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അവൻ കമ്മ്യൂണിസ്റ്റുകാരനാകേണ്ടത് ആളല്ല, നല്ലൊരു ജീവിതം ഉണ്ടായല്ലോ എന്നതിലാണ് എനിക്ക് ദുഃഖം. നല്ലൊരു ജീവിതം ഉണ്ടായില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ദുഃഖം വരുന്നത്. നല്ല ജോലി, നല്ല ശമ്പളം, കാറ്, നല്ല വീട്, ഇതൊക്കെ സാധിക്കുമായിരുന്നു. ഡോക്ടർ അല്ലെങ്കിൽ IAS ആകേണ്ട ആളായിരുന്നു അദ്ദേഹം എന്നാണ് എനിക്ക് എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു വികാരം. അതായത് നല്ല ജീവിതം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ജീവിതം തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തി തീർച്ചയായിട്ടും ഒരു നായകൻ തന്നെയാണ് അല്ലെ. നല്ല ജീവിതം തന്നെയാണ്. ഉറപ്പായിട്ടും അമ്മ ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല.
കാരണം നല്ല ശമ്പളവും കാറോ വീടോ അല്ല നല്ല ജീവിതം അല്ലേ. കാരണം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഇപ്പൊ പറഞ്ഞ പോലെ നല്ല കാറും നല്ല വീടും നല്ല ശമ്പളവും നേടിയെടുക്കാൻ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിച്ചത് നമുക്ക് അറിയാം. അദ്ദേഹം കൂടെ നമുക്ക് വേണ്ടി സംസാരിച്ചതൊക്കെ വലിയ കാര്യമാണ്. JNU പഠിക്കുമ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കെതിരെ സമരത്തിൽ ഇറങ്ങിയത്. JNU പഠിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം എന്നിട്ട് JNUവില് ഒരു പ്രസിദ്ധമായ സ്ഥാനമൊക്കെ ഇന്ദിരാഗാന്ധി രാജിവെച്ചു. ഇദ്ദേഹത്തിന്റെ സമരത്തിന്റെ വീര്യം കൊണ്ട് ഭാഗമായിട്ട് ഇദ്ദേഹം മുന്നിട്ട് നിർത്തിയ സമരം കൊണ്ടാണ് ഇന്ദിരാഗാന്ധിനെ വരെ തോപ്പിച്ചത്. അടിയന്തര കാലാവസ്ഥയുടെ സമയത്തായിരുന്നു അത്. ആ സമയത്തൊക്കെ അതാണ് ശക്തമായി പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അറിയും. ഇപ്പോൾ അതുപോലെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലില്ല, പ്രതികരിക്കാൻ ആരും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പലതും മിണ്ടാതിരുന്ന് പോകുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായ പ്രതികരണം അറിയിക്കുമ്പോഴാണ് അതിന് വ്യക്തമായ തിരിച്ചടികൾ നമുക്ക് സൃഷ്ടിക്കുന്നത്. അതെ, ജനങ്ങൾക്ക് ഇഷ്ടത്തിന് മാത്രമല്ല, നമുക്ക് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് തോന്നുന്ന ഒരു വ്യക്തി നമുക്ക് വേണം. അതായത് ഇദ്ദേഹമൊക്കെ ത്രൂ ഔട്ട് ആ ലക്ഷ്യം നേടുന്നത് വരെ അവരോടൊപ്പം, ജനങ്ങളോടൊപ്പം, വിദ്യാർത്ഥികളോടൊപ്പം നിന്നത് എന്ന് പറഞ്ഞാൽ അല്ലെ, മനസ്സിലായോ? വിദ്യാർത്ഥികളോടൊപ്പം നിന്നു. അതായത് നമ്മൾക്കൊരു ഇത് തന്നിട്ട് നമ്മൾ ഇറങ്ങി ഒരു സമരത്തിന് നിന്ന് കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുന്നത് വരെ നമുക്ക് ആ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന നേതാക്കന്മാർ നമ്മുടെ ഒപ്പം വേണം. എന്നാലേ നമുക്ക് ആ സമരം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് കൃത്യമായ നിലപാട് അറിയിക്കേണ്ട അതില് ഏറ്റവും മഹത്തായ വ്യക്തി തന്നെയാണ് ഇദ്ദേഹം, സീതാറാം യെച്ചൂരി. പിന്നെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ പങ്ക്തികളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റിയുടെ വാരിക പീപ്പിൾസിന്റെ ഡെമോക്രസിയുടെ എഡിറ്റർ ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ്, ഹിന്ദു രാഷ്ട്ര, സ്യൂഡോ ഹിന്ദുയിസം എക്സ്പോസ്ഡ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ടുഡേ, സോഷ്യലിസം ഇൻ 21st സെഞ്ചുറി, സോഷ്യലിസം ഇൻ എ ചേഞ്ചിങ് വേൾഡ്, സെക്യുലറിസം വേഴ്സസ് കമ്മ്യൂണലിസം, ന്യൂ സർജ് ഓഫ് കമ്മ്യൂണലിസം, കൃണ കി രാജനീതി തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് തന്നെ ആയിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയാം. അതെ അതെ. 1975 ജനുവരിയിലാണ് സീതാറാം യെച്ചൂരിക്ക് CPM പാർട്ടി അംഗത്വം ലഭിച്ചത്. 1.5 വർഷത്തോളം നീണ്ട സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു പാർട്ടിയിലേക്ക് കടന്നു വന്നത്. അതായത് അദ്ദേഹം തന്നെ ഈ പാർട്ടിനെ പറ്റി, ഇപ്പോഴത്തെ കുറെ വിദ്യാർത്ഥികൾക്ക് പറ്റിപ്പോകുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അതായത് SFIയിലോട്ടോ ഏത് പാർട്ടിയിലേക്ക് ചേരുന്നവരാണെങ്കിൽ പോലും നിങ്ങളൊന്നും കേൾക്കാതെ എന്തെങ്കിലും ഒരു ആളുകളുടെ സപ്പോർട്ടോ ഇല്ലെങ്കിൽ സിനിമകളുടെ സപ്പോർട്ടോ കൊണ്ട് മാത്രം പെട്ടെന്ന് കയറിപ്പോകുന്ന പോലെ അല്ല ഇദ്ദേഹം ഒന്നും പാർട്ടി സെലക്ട് ചെയ്തേക്കുന്നത്. 1.5 വർഷമായിട്ട് ദീർഘമായിട്ട് പഠിച്ചിട്ട് പാർട്ടിയെ പറ്റി മനസ്സിലാക്കി, പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം പാർട്ടിയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അത് ചെറുപ്പം തൊട്ടേ പാർട്ടിയോട് ഒരു, ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ മുഴുവനും ആരും ഇത് കമ്മ്യൂണിസ്റ്റുകാരല്ല. ഇവരുടെ കുടുംബത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പുള്ളിക്കാരനാണ്. അമ്മയാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും അതും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെച്ചൂരിയുടെ മുത്തശ്ശി ഒരിക്കൽ സുന്ദരയ്യ, അതായത് സുന്ദരയ്യയാണ് യെച്ചൂരിനെ കമ്മ്യൂണിസ്റ്റിലോട്ട് പ്രവേശിപ്പിച്ചതും സഹായിച്ചതും കൂടെ നടത്തിയതും. ഒരു രാഷ്ട്രീയ പിതാവ് എന്ന് പറയുവാണെങ്കിൽ അത് സുന്ദരയ്യ എന്ന് പറയുന്ന സാറാണ്. അപ്പം യെച്ചൂരിയുടെ മുത്തശ്ശി ഒരിക്കൽ സുന്ദരയ്യയോട് മുഖത്തടിച്ചതുപോലെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്റെ കൊച്ചുമോനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെടുത്തത്? എന്തിനാണ് അവന്റെ ജീവിതം നശിപ്പിക്കുന്നത്? ചെറുപുഞ്ചിരിയോടെ സുന്ദരയ്യ പറഞ്ഞത്രേ, നിങ്ങളുടെ കൊച്ചുമോനെ പോലെയുള്ള ഒരാളെ പാർട്ടിക്ക് തരാമെങ്കിൽ അവനെ വിട്ടുതരാം. അതായത് അതുപോലത്തെ ഒരാള് നമുക്ക് മതി ആ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാൻ. യെച്ചൂരിനെ പോലെ ഒരു വ്യക്തി മതി. അതാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഉള്ളിലെ തീ മനസ്സിലാക്കാൻ സുന്ദരയ്യയുടെ ആ ഒറ്റ വാക്ക് മതി ഉള്ളതാണ് നമുക്ക് ഇപ്പൊ പ്രചോദനം. അതാണ് ഒരുപാട് വ്യക്തികളിൽ നിന്നും പഠിച്ചും അറിഞ്ഞുമായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. ആ കമ്മ്യൂണിസത്തെ പറ്റി സംസാരിക്കാനും അദ്ദേഹത്തിനെ പറ്റി അതുപോലെ നേതാവാകാൻ ഇനിയും ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് പേര് പരിശ്രമിക്കേണ്ടതുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ട്, അതായത് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ കേരളത്തിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുവതലമുറകളെ പറ്റിയാണ് സംസാരിച്ചത്. യുവതലമുറകൾ ഇദ്ദേഹത്തെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും EMSന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് യെച്ചൂരി. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന് മാതൃക. തീർച്ചയായിട്ടും. കാരണം യെച്ചൂരി സാറിനും പ്രിയപ്പെട്ട നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട്. എപ്പോഴും എന്നും VS പക്ഷത്ത്, VS അച്യുതാനന്ദന്റെ
ഓരോ സ്റ്റേറ്റ്മെന്റിനും എപ്പോഴും സപ്പോർട്ട് തന്ന ഒരു വ്യക്തിയും കൂടെയാണ് യെച്ചൂരി സാർ. അച്ഛനും മകനും പോലെയുള്ള ആത്മബന്ധമായിരുന്നു VS അച്യുതാനന്ദനും സീതാറാം യെച്ചൂരിയും തമ്മിൽ. VSന് യെച്ചൂരിനോടുള്ള വാത്സല്യമായിരുന്നു. യെച്ചൂരിയെ കാണുമ്പോൾ ആ മുഖം സന്തോഷത്താൽ വിരിയുമായിരുന്നു. ഇപ്പോൾ യെച്ചൂരി കടന്നുപോയപ്പോൾ പ്രായാധിക്യത്തെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുന്ന VS ആ നഷ്ടം തിരിച്ചറിഞ്ഞിരിക്കുമോ? അതായത് ഒരച്ഛൻ മകൻ സ്നേഹമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും VSR ഇപ്പൊ അത് എത്രത്തോളം വേദനിക്കുന്നുണ്ടായിരിക്കുന്ന പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രായവും ഭയങ്കര ഒന്നും ചെന്ന് കാണാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടകരമായ കാര്യം തന്നെയാണ്. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരിക്ക് വേണ്ടി VS നടത്തിയ ഇടപെടൽ തികച്ചും നാടകീയമായിരുന്നു. യെച്ചൂരിയോ RSPയോ ജനറൽ സെക്രട്ടറി എന്ന അനിശ്ചിതത്വം പാർട്ടി കോൺഗ്രസിനെ ഗ്രസിച്ച മണിക്കൂറുകളിൽ അമ്പരിപ്പിക്കുന്ന നീക്കം അച്യുതാനന്ദൻ നടത്തി. അതായത് യെച്ചൂരിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അച്യുതാനന്ദൻ സാറും തന്നെയായിരുന്നു അല്ലേ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ഒരുപക്ഷെ JNUവിലായിരിക്കും, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ആയിരിക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് യെച്ചൂരി അന്ന് JNUവിൽ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികളെക്കാൾ ഏറെ അറസ്റ്റ് ചെയ്യാൻ രാത്രി പോലീസ് എത്തി. ആൺകുട്ടികളുടെ 2 ഹോസ്റ്റലുകൾ വളയാൻ വന്ന പോലീസിന് പക്ഷേ ഒരു ഹോസ്റ്റൽ മാത്രമായി പോയി. പകരം വളഞ്ഞത് പെൺകുട്ടികളുടെ ഹോസ്റ്റലായിരുന്നു. ആ അവസരം മുതലാക്കി യെച്ചൂരി അടക്കമുള്ളവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിടിയിലാകാതെ കഴിയുകയും വേണം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും വേണം. എളുപ്പമല്ലായിരുന്നു അത്. പെട്ടെന്ന് ആരും സംശയിക്കാർ ഇടയില്ലാത്ത ഒരിടമാണ് യെച്ചൂരി തിരഞ്ഞത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. രാത്രിയാകുമ്പോൾ യെച്ചൂരി അവിടെ എത്തും. ആശുപത്രിയുടെ നടുവിലെ പുൽമുറ്റത്ത് രോഗികളുടെ ബന്ധുക്കളോടൊപ്പം കിടന്നുറങ്ങും. ഒളിവിലെ ദിനങ്ങൾ അങ്ങനെ പോയി. പകൽ പാർട്ടി പ്രവർത്തനം, രാത്രി ആശുപത്രിവാസം. അതെ അതെ അതെ, ഒരുപാട് സഖാക്കന്മാരുടെ ഒരു ജീവിതം ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു ഒരു പക്ഷേ അല്ലേ? എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം പ്രത്യയശാസ്ത്ര രംഗത്തും സവിശേഷമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. പോളിറ്റ് ബ്യൂറോ അനുശോചനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, 1974 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായ അദ്ദേഹം 1975 CPM അംഗമായി. 2015 നടന്ന 21ാം കോൺഗ്രസ് മുതൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സോഷ്യലിസത്തിനേറ്റ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ 14ാം കോൺഗ്രസിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകൾ ഉറപ്പിക്കാൻ ചില പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെക്കുറിച്ച് എന്ന പേരിൽ പ്രമേയം അംഗീകരിച്ചു. പാർട്ടി കോൺഗ്രസിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത് സീതാറാം യെച്ചൂരിയാണ്. 2012 നടന്ന 20ാം പാർട്ടി കോൺഗ്രസിൽ പ്രത്യയശാസ്ത്ര നിലപാടുകൾ നവീകരിച്ചപ്പോൾ ആ പ്രമേയത്തിന്റെ മുഖ്യ അവതാരകനും അദ്ദേഹമായിരുന്നു. അതായത് അടുത്ത കാലത്തായിട്ട് സീതാറാം യെച്ചൂരി തന്റെ സമയത്തിന്റെ ഊർജത്തിന്റെ ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ടത് മതനിരപേക്ഷ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു വിശാലമായ ഐക്യം രൂപപ്പെടുത്താനായിട്ട് വേണ്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മെയിൻ പോയിന്റ് ആണ് മതനിരപക്ഷമായ ഒരു ഇന്ത്യനെ പടുത്തുയർത്തുക എന്നുള്ളത്. അതായത് മതങ്ങളെ ഇല്ലാതാക്കുക എന്നല്ല, ഏത് മതം സ്വീകരിക്കുന്നവർക്കും സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് അവര് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്നുള്ള ഒരു കാര്യമല്ല. അതായത് ഒരുപാട് പേര് ഇപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് അവർക്ക് വിശ്വാസമില്ല, അവരും ഈ മതങ്ങളില്ല, വിശ്വാസികളല്ല, ഏത്തിസ്റ്റുകളാണെന്നൊക്കെ കരുതുക. പക്ഷെ അങ്ങനെയല്ല. CPM ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെ നിൽക്കുക എന്നുള്ളതാണ്. അവർക്ക് വിശ്വാസമുള്ള വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അത് തന്നെയാണ് അദ്ദേഹവും വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, അത് മതി ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ. പാർട്ടിയിൽ എന്നും യെച്ചൂരിക്ക് അലച്ചിലും കഷ്ടപ്പാടുകളും മാത്രമാണ്. എന്തായാലും അതാണ് അവനിഷ്ടം, സംതൃപ്തി. അവന്റെ സന്തോഷവും എന്റെ സന്തോഷവും. അതായത് ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അത് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് ആ മകന്റെ ഒരു ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വലിയൊരു കാര്യമാണ്. അതായത് അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമ്മയുടെ കാര്യമാണെങ്കിൽ എടുത്തു പറയേണ്ടത്, അദ്ദേഹത്തിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇവരുടെ രണ്ടുപേരുടെയും മൃതശരീരം സംസ്കരിക്കുകയല്ല, പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ പോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരു വലിയൊരു മാറ്റമാണ്. വൈദ്യശാസ്ത്ര പഠനത്തിനായിട്ട് ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനാണ് കൈമാറുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, അദ്ദേഹത്തിന് അമ്മയുടെ ഇതായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത്. നമ്മുടെ CPM ഒരു കനത്ത നഷ്ടമാഘാതം തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉന്നത നേതാവായിരുന്നു ഇടതുപക്ഷത്തിന്റെ. ഇന്നലെയാണെങ്കിൽ നമ്മൾ സംസാരിച്ച സമയത്ത് ഇന്നലെ ഒരു ആശ്വാസം ലഭിക്കും എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ വാർത്ത വായിച്ചതാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു. പ്രതിപക്ഷികൾ വിപുലമാക്കി ആ ശ്വാസം നിലച്ചു. ഇടത് രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവായിരുന്നപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം പ്രിയ കോമ്രേഡായി മാറിയ CPM ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. അതായത്
കറക്റ്റാണ്. കാരണം രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ പോലും എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ആദരിക്കാൻ അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല. അതായത് കോൺഗ്രസിനോടാണെങ്കിൽ പോലും അദ്ദേഹം നിലപാടുകളിലെ വ്യത്യസ്ത ഉറപ്പായിട്ടും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സഹപ്രവർത്തകരോടൊപ്പം, അതായത് എംപിമാരോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ അധികം നമ്മൾ കണ്ടതുമാണ്. അത് അദ്ദേഹത്തിന് അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അത് വ്യക്തികളെ എങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് കഴിഞ്ഞ മാസം 19 മുതൽ എയിംസിൽ ചികിത്സയിലായിരുന്നത്. നില വഷളായതോടെ ഏതാനും ദിവസം മുൻപ് വെന്റിലേറ്റർക്ക് മാറ്റി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3:03 അന്ത്യം. മൃതദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വൈദ്യപഠനത്തിനായി എയിംസിലേക്ക് വിട്ടു നൽകും. 2021 അമ്മ കൽപ്പകത്തിന്റെ മൃതദേഹവും എയിംസിന് കൈമാറിയിരുന്നു. ഇതാണ് എയിംസിൽ തന്നെയായിരുന്നു അദ്ദേഹം ചികിത്സയും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ ചെങ്കൊടി താഴ്ത്തി അവര് പോളിറ്റ് ബ്യൂറോ അനുശോചനം ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്ത് 3 ദിവസത്തേക്ക് ദുഃഖാചരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്താണെങ്കിലും അദ്ദേഹം സമ്മേളനങ്ങളും പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ വേർപാടില്. അതെ, 2 ദിവസം എന്താണെങ്കിലും പൊതുദർശനം കാണുമെന്നാണ്. പൊതുദർശനം ഉണ്ട്. 2 ദിവസം പൊതുദർശനം കാണും. 3 ദിവസത്തേക്ക് നമുക്ക് ദുഃഖാചരണം കാണും. എന്താണെങ്കിലും ആ ഒരു ദുഃഖത്തില് ഒരു എന്താ പറയുന്നത്, ആ നേതാവിന്റെ മരണത്തിലുള്ള ഒരു ദുഃഖാചരണത്തിൽ നമുക്കും പങ്കെടുക്കാം. അദ്ദേഹത്തിനൊരു ആദരാഞ്ജലി നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. എന്താണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത? അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താ? നമ്മുടെ അൻവർ തന്നെ. അൻവറിന്റെ വിഷയം തന്നെ. എന്നാപോലെ അൻവറിന്റെ വിഷയമൊക്കെ ഇപ്പൊ പ്രധാന വാർത്തയിൽ നിന്ന് മുങ്ങിപ്പോകുന്നു. വല്ലാണ്ട് മുങ്ങിപ്പോകുന്നു. വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, വിജിലൻസ് അന്വേഷിക്കണം. പറയൂ, എന്താണ് വാർത്ത? ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് അനധികൃത സമ്പാദ്യം, ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെ PV അൻവർ MLA ഉന്നയിച്ച പരാതികളിൽ 5 കാര്യങ്ങളിലാകും വിജിലൻസ് അന്വേഷണം നടത്തുക. അതിനെപ്പറ്റിയുള്ള ഉത്തരവും വൈകാതെ പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിലെ ഒരു അസാധാരണമായ മൊഴിയെടുപ്പാണ് ഇന്നലെ പോലീസ് ആസ്ഥാനത്ത് നടന്നത്. സംസ്ഥാന പോലീസ് മേധാവിയായ DGP ദർവേഷ് സാഹിബ് അധികാര ശ്രേണിയിലെ രണ്ടാമനായ ADGP അജിത് കുമാറിന്റെ മൊഴിയെടുത്തു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ 10:30-നാണ് മൊഴിയെടുപ്പ് തുടങ്ങിയത്. 4 മണിക്കൂറിലേറെയാണത് നീണ്ടുനിന്നത്. പൂർണ്ണമായിട്ടും ക്യാമറയിലാണ് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. കൂട്ടത്തിലെ അന്വേഷണ സംഘത്തില് IG സ്പർജൻ കുമാറും ഉണ്ടായിരുന്നു. അതായത് അൻവറിന്റെ 14 ആരോപണങ്ങളെ കുറിച്ച് ചോദിക്കുന്നതിന് പകരമായിട്ട് അജിത് കുമാറിനോട് കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ടാണ് DGP ആവശ്യപ്പെട്ടത്. എന്താണ് ആരോപണങ്ങൾ എന്ന് ചോദിച്ചില്ല. അതായത് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാ. അതാണ് അജിത് കുമാർ എന്നാലും പറയുന്നത് ആരോപണങ്ങൾ തന്നെ കരിവാരി തേക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അൻവറിനെ പറ്റിയും ഒരു ഇത് വരുന്നുണ്ട്. PV അൻവർ MLA കക്കാടംപൊയിലിലെ PVR നാച്ചുറൽ റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് കളക്ടറുടെ ഉത്തരവ് സമയപരിധി കഴിഞ്ഞിട്ട് നടപ്പാക്കിയിട്ടില്ല. 1 മാസത്തിനകം ഉടമസ്ഥർ ഇത് നീക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി പൊളിച്ചു നീക്കി ചെലവ് ഉടമസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നായിരുന്നു ഉത്തരവ്. എന്നാൽ 1 മാസം പൂർത്തിയായ ഓഗസ്റ്റ് 25-ന് ഉടമസ്ഥർ നിർമ്മാണങ്ങൾ നീക്കിയില്ല. പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ടെൻഡർ ക്ഷണിച്ചെന്നും പഞ്ചായത്ത് ബോർഡ് ചേർന്ന പദ്ധതി അംഗീകരിച്ച ശേഷം തുടർ പ്രവർത്തനം ഉണ്ടാകുമെന്നും സെക്രട്ടറി സുരേഷ് കുമാർ പറഞ്ഞു. റിസോർട്ടിൽ കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞു നിർമ്മിച്ച 4 തടയണകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെ പിൻപാറ്റി മണ്ണിടിച്ച് കാട്ടരുവി തന്നെ ഇല്ലാതാക്കിയെന്ന പരാതി ഉയർന്നു. ഈ പരാതി 2 മാസത്തിനകം കളക്ടർ നടപടി എടുക്കണമെന്ന് കഴിഞ്ഞ മാർച്ചിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കേരള നദീ സംരക്ഷണ സമിതി സെക്രട്ടറിയും കൂടെ ഇതിനെതിരെ ഹർജിയിൽ പരാതി നൽകിയിരുന്നു. അതായത് കാട്ടരുവിയൊക്കെ തടഞ്ഞ് മലയിനെയും കാടിനെയൊക്കെ തകർക്കുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു MLA പോലെ ഇതുപോലത്തെ വലിയ വലിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടന്ന് കേരളത്തെ പിടിച്ചു കുലുക്കിയ MLA-ക്കെതിരെ തന്നെയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ ആരും തെറ്റ് ചെയ്യാത്തവരായിട്ടില്ലല്ലോ എന്നാണല്ലോ. എല്ലാരും പെർഫെക്റ്റ് അല്ല, എല്ലാരും തെറ്റ് ചെയ്യും. പക്ഷേ ഇതുപോലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഇതുപോലെ തെറ്റ് ചെയ്യുന്നതന്നെ. അത് പൊളിച്ച് നീക്കണമെന്ന് പറഞ്ഞു, എന്നിട്ട് പോലും പൊളിച്ച് നീക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഭീഷണിയാണോ, അത് അധികാരത്തിന്റെ പവറാണോ, അതൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഇതുവരെ അത് നീക്കം ചെയ്തിട്ടില്ല. അത് കാട്ടരുവിയൊക്കെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ കാട്ടരുവിയിലാണ്
എവിടെന്നെങ്കിലും ഇത്ര ശുദ്ധമായിട്ടുള്ള ജലം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് കാട്ടരുവിയിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് നശിപ്പിക്കാം. നമ്മളെ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് MLA വരും. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും വേറെ പലരുമാണ് ശിക്ഷ അനുഭവിക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയായിരുന്നു അത്. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലെ? കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പല പ്രശ്നങ്ങളും തുടക്കം കുറിച്ചിരിക്കുന്നതാണ്. അമ്മയിലെ 20 അംഗങ്ങൾ ട്രേഡ് യൂണിയൻ ആരംഭിക്കാൻ സമീപിച്ചു ബി ഉണ്ണികൃഷ്ണൻ. അതായത് അമ്മ കമ്മിറ്റി 2ആയി പോയി എന്നാണ് പലരും പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അതെ 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 പല പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പത്രം കൊണ്ടു അമ്മയിൽ പൊട്ടിത്തെറി പിളർന്നേക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഭിന്നത രൂക്ഷമായ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. ട്രേഡ് യൂണിയന്റെ രൂപീകരണത്തിന് ഒരു വിഭാഗം നീക്കം തുടങ്ങി. ഇതിന്റെ ഭാഗമായി 17 നടന്മാരും 3 നടിമാരും ഫെഫ്കയെ സമീപിച്ചു. അഭിനേതാക്കളുടെ യൂണിയനായി ഫെഫ്കയിൽ അഫിലിയേറ്റഡ് ചെയ്യാനുള്ള നീക്കം. യൂണിയൻ രൂപീകരണ ആവശ്യവുമായി താരങ്ങൾ സമീപിച്ചുവെന്ന് ഫെഫ്കെ ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. അമ്മയുടെ സ്വത്വം നിലനിർത്തി പുതിയ സംഘടനയെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. ട്രേഡ് യൂണിയൻ രൂപീകരിച്ച ശേഷം അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചാൽ മാത്രം തുടർ നടപടികൾ ആലോചിക്കാമെന്ന് ഫെഫ്കെ അറിയിച്ചതായും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം പുതിയൊരു സംഘടനയെ നിലവിലെ സാഹചര്യത്തിൽ ഫെഫ്കയിൽ ഉൾപ്പെടുത്തുന്നതിന് പരിമിതികളുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നിലവിൽ 21 യൂണിയനുകളാണ് ഫെഫ്കയ്ക്ക് കീഴിലുള്ളത്. പുതിയൊരു യൂണിയനെ അഫിലിയേറ്റഡ് ചെയ്യണമെങ്കിൽ ജനറൽ കൗൺസിലിന്റെ അംഗീകാരം വേണം. അഭിനേതാക്കൾ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചതിനും ഔദ്യോഗികമായി ഫെഫ്കയെ സമീപിച്ചാലേ ജനറൽ കൗൺസിൽ വിഷയം ചർച്ചയിൽ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ യൂണിയൻ രൂപീകരിക്കാനും ഫെഫ്കയിൽ അഫിലിയേറ്റഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയ അംഗങ്ങളുടെ കൃത്യമായ പേര് വിവരങ്ങൾ ഉൾപ്പെടെ നൽകി സമീപിക്കണം എന്നാണ് ഫെഫ്കയുടെ ഈ അമ്മ എന്നൊരു യൂണിയനെ പറ്റി പറയാനുള്ളത്. അമ്മ യൂണിയൻ പിളരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള ഹേമ കമ്മിറ്റിയെ പറ്റി തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് WCCയെ മാത്രമാണ് കേട്ടത്. ഹേമ കമ്മിറ്റിക്കെതിരെ ഫെഫ്കെ അറിയിച്ചത്. അതായത് WCC എന്ന് പറഞ്ഞാൽ സ്ത്രീ സംഘടനയാണ്. ആ സ്ത്രീ നേതാക്കളെ മാത്രം കേട്ടിട്ടാണ് ഇത്തരത്തിലുള്ള പുരുഷന്മാർക്കെതിരെ കുറ്റവാളികൾക്കെതിരെ ഭയങ്കര ശക്തമായ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുള്ളതെന്നുള്ളതിന് ഒരു വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. വിമൻ ഇൻ സിനിമ കളക്ടീവ്സിന് ഒഴിവാക്കിയുള്ള സംഘടനകളിൽ നിന്ന് ഹേമ കമ്മിറ്റി വിവരശേഖരണം നടത്തിയിട്ടില്ലെന്ന് ഗുരുതര ആരോപണമായി ഫെഫ്കെ. എന്തടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി ആളുകളെ കണ്ടത്? നിർമ്മാതാക്കളുടെ സംഘടന അമ്മ ഫെഫ്ക അംഗങ്ങളെയൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടതെന്നും ഫെഫ്കെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച ആളുകളും 15-അംഗ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരുകളും പുറത്തു വരണം. സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തതാണ് 15-അംഗ പവർ ഗ്രൂപ്പ് മാഫിയയും. സിനിമയിൽ ഇത് അസാധ്യമാണ്. പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളത് നിയമപരമായി പുറത്തു വരണം. ഓഡിഷൻ പ്രക്രിയ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ കാസ്റ്റിംഗ് കോൾ എന്നൊരു പ്രശ്നമില്ല. ലൈംഗിക അതിക്രമം സംബന്ധിച്ച് 2 പരാതികളാണ് ലഭിച്ചത്. അത് പരിഹരിച്ചുവെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പല പ്രമുഖ നടന്മാരടക്കമുള്ള നടന്മാർ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നത്. നമ്മുടെ മോഹൻലാൽ സാർ വരെ അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് മോഹൻലാൽ സാർ തന്നെ പറഞ്ഞായിരുന്നു. മോഹൻലാൽ സാർ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു. അതെ അതെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ സ്ത്രീകൾക്ക് എതിരെ മാത്രം WCC മാത്രമുള്ള ആൾക്കാരെ അല്ല, എല്ലാവരിൽ നിന്നും നിയമങ്ങളും കറക്റ്റായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ച ആള് രഞ്ജിത്ത് സാറിനെ പറ്റിയായിരുന്നു. എന്തായാലും അതെ, ബംഗാളി നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. AIG പൂങ്കുഴലിയുടെ ഓഫീസിലാണ് ചോദ്യം ചെയ്തത്. രാവിലെ 11 മണിയോടെയാണ് രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ചോദ്യം ചെയ്യാൻ 2 മണിക്കൂർ നീണ്ടു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയത്. കോടതിയുടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ഹർജി തീർപ്പാക്കിയിരുന്നു. അതായത് അദ്ദേഹത്തിന് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. എന്താണെങ്കിലും ജയസൂര്യയുടെ ജാമ്യ ഹർജി 23-ന് പരിഗണിക്കും. സിദ്ദിഖിന്റെ ഹർജി വിധി പറയാൻ മാറ്റി അങ്ങോട്ടും വ്യത്യസ്തതയുണ്ടോ എന്നാണ് പറയുന്നത്. 2019 മുതൽ ഇതിനകത്ത് ഈ യുവതി പറയുന്നുണ്ട് തന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയെന്ന്. പക്ഷെ FIR രജിസ്റ്റർ ചെയ്യും മുമ്പ് തന്നെ
സംഭവം നടന്നത് മുറിയെക്കുറിച്ച് യുവതി പറഞ്ഞിരുന്നു. മുറി അത് തന്നെ എന്ന് പോലീസ് സ്ഥിരീകരിച്ചെന്ന് കോടതിയെ അറിയിച്ചിട്ടു. തുടർന്നാണ് ജസ്റ്റിസ് CS ഡയസ് ജാമ്യാപേക്ഷ വിധി പറയാനായിട്ട് മാറ്റി. അതായത് പ്രതികൾ ശക്തരായതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്ന യുവതിയുടെ വിശദീകരണവും കോടതി പരിഗണിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും ഹേമ കമ്മിറ്റീനെ പറ്റി അങ്ങനെ ഇപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു പ്രതികരണം, ഒരു കുറച്ചും കൂടെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പൊ ശക്തമായിക്കൊണ്ട് വരുന്നത്. അതെ. അപ്പൊ അടുത്ത ഒരു വാർത്ത എന്ന് പറഞ്ഞാല് നമ്മുടെ ആറന്മുള ഉത്രട്ടാതി ജലമേള 18-നാണ്. നമ്മളത് വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് മാറ്റി വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആറന്മുള ഉത്രട്ടാതി ജലമേള 18-ാം തീയതി നടത്തുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. 52 പള്ളിയോടങ്ങളാണ് ഇത്തവണ ആറന്മുളയിൽ എത്തുന്നത്. സത്രക്കടവിൽ നിന്ന് മുകളിലേക്ക് പരപ്പുഴക്കടവ് വരെ ജലഘോഷയാത്രയും പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ മത്സര വള്ളംകളിയും നടക്കും. ആദ്യ A ബാച്ചിലെ വള്ളങ്ങളുടെ മത്സരവും തുടർന്ന് B ബാച്ചിലെ വള്ളങ്ങളുടെ മത്സരവും ആയിരിക്കും നടക്കുക. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ടൈമിംഗ് അടിസ്ഥാനത്തിൽ വള്ളം ഒരേപോലെയാക്കി സെൽഫ് സ്റ്റാർട്ടായിട്ടാണ് ഇത്തവണ നടത്തുന്നത്. ഫിനിഷിംഗ് പോയിന്റിൽ ഏർപ്പെടുത്തിയ ഫോട്ടോ ഫിനിഷിൽ ഓരോ വള്ളവും എത്തുന്ന സമയവും രേഖപ്പെടുത്തും. ഓക്കെ, ആറന്മുളയുടെ വള്ളംകളിയുടെ പറ്റി പറയുമ്പോൾ തന്നെ ആറന്മുളയിലേക്ക് തിരുവോണ വിഭവങ്ങളുമായി തോണി തിരിച്ചു. അതായത് തിരുവോണത്തോണി തിരിച്ചിട്ടുണ്ട്. ആറന്മുളക്കാരി അല്ലേ, എല്ലാം വിശദമായിട്ട് അറിയാം. എന്നാ വിശദമായിട്ട് തന്നെ പറഞ്ഞോളൂ. ഓക്കെ, ആറന്മുളയിലെ തിരുവോണ വിഭവങ്ങളുമായി കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തിൽ നിന്നും തോണി യാത്ര തിരിച്ചു. തിരുവാറന്മുളയപ്പന് ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി മങ്ങാട്ടില്ലത്ത് MN അനൂപ് നാരായണ ഭട്ടതിരി ചുരുളൻ വെള്ളത്തിൽ യാത്ര തിരിച്ചു. ചുരുളൻ വെള്ളം എന്താ? കണ്ടിട്ടില്ലെന്ന്. ഈ ആറന്മുള സദ്യയൊക്കെ ഭയങ്കര പ്രസിദ്ധമായ സദ്യ. ആ സദ്യയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ആറന്മുള സദ്യ അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ ഇന്നലെ തിരുവോണത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നില്ല. ആറന്മുള വള്ളസദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളംകളി നടത്തുമല്ലോ. അപ്പൊ അതിൽ ഓരോ കരക്കാരും അവരുടെ ഭാഗമായിട്ട്, അതായത് അവർക്ക് എന്തെങ്കിലും ഭഗവാന് നൽകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹ സാഫല്യത്തിനൊക്കെ വേണ്ടിയാണ് അവര് വള്ളസദ്യ നടത്താറുള്ളത്. അപ്പൊ അവര് വള്ളത്തില് പാട്ടൊക്കെ പാടി തുഴഞ്ഞു വന്ന് ഭഗവാന് പ്രദക്ഷിണൊക്കെ വെച്ചാണ് അത് എല്ലാം ശേഷം മാത്രമേ നമുക്ക് ഭക്ഷണം വിതരണം ചെയ്യാറുള്ളൂ. ഈ തിരുവോണത്തോണി കണ്ടിട്ടുണ്ടോ? തിരുവോണത്തോണി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ തിരുവോണത്തോണി കോട്ടയത്തു നിന്നല്ലേ ഇത് വരുന്നത്? അതെ, കോട്ടയത്തു നിന്നാണ്. കുമാരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ തിരുവോണത്തോണി വരുന്നത്. അപ്പൊ എത്ര ദിവസം എടുക്കും? ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞോടം വരുത്തല്ലേ? തലേദിവസം പറ്റുമായിരിക്കും. നല്ല രസമാണ്. ഭയങ്കര പണ്ടത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് നല്ല രസമാണ് അതിനെ പറ്റി. നമ്മൾ ആറന്മുള അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആറന്മുള ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് കൂപ്പൺ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ആണോ? എന്താണെങ്കിലും അത് ഭയങ്കര ഒരു സംഭവമാണ്. അത്രയ്ക്ക് പ്രസിദ്ധമല്ലേ. 62 വിഭവങ്ങളൊക്കെ എങ്ങാണ്ടാണ് ഭക്ഷണത്തിലുള്ളത്. അപ്പൊ അത്രയും. പിന്നെ അത് മാത്രല്ല, 10,000 രൂപയ്ക്ക് മുകളിൽ എങ്ങാണ്ടാണ് നമ്മളൊരു വള്ളസദ്യ നടത്താനായിട്ട് വരുന്ന ചെലവെന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ വരുന്നത്. അതിൽ കൂടുതലും ചാൻസ് ഉണ്ട്. കാരണം അത്രയും വിഭവങ്ങൾ നടത്തണം. വരുന്ന ആൾക്കാർക്ക് എല്ലാവരും കൊടുക്കണം. തീർച്ചയായിട്ടും അത് വലിയ അതിനേക്കാളും കൂടുതലായാലേ ഉള്ളൂ. എന്താണെങ്കിലും കണക്കിന് കൂടുതലും ഉണ്ടാക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് പേര് വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ അതന്നെ പറയാം, പഴയതായിട്ടുള്ള കുറെ നമ്മുടെ വള്ളംകളി, ഓണപ്പാട്ട്, ഓണസദ്യ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും കുറെ ആളുകളൊക്കെ മിസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണെങ്കിൽ ഈ ഒരു ഇപ്പം ആറന്മുളയിലേക്ക് തിരുവോണ വിഭവങ്ങളുമായി തോണി തിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ആ വെള്ളത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ തന്നെ ഇഷ്ടം പോലെ ആളുകൾ കാണാനുണ്ട്. ഇപ്പൊ തന്നെ ഭയങ്കര തിരക്കായിരിക്കും. തീർച്ചയായിട്ടും. എന്താണെങ്കിലും അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ ഒരു സങ്കടകരമായ മറ്റൊരു വാർത്ത, പ്രിയന് വിട നൽകിക്കൊണ്ട് നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ നവവരൻ ജെൻസണും മരിച്ചിരുന്നു, പോയിരുന്നു. അതായത് സ്ട്രക്ചറിൽ കിടന്നുകൊണ്ടാണ് ശ്രുതി നമ്മുടെ ജെൻസനെ ഒന്ന് കണ്ടത്. അതുപോലെ പുള്ളിക്കാരി തളർന്നു പോയിരിക്കുകയാണ്. മരണം വരെ ഒപ്പമുണ്ടാവുന്ന ഉറപ്പിച്ച പ്രിയന് വിട നൽകുകയായിരുന്നു. അത് കൽപ്പറ്റ ലിയോ ആശുപത്രിയിലെ ICUവിൽ നിന്നാണ് പ്രതിശ്രുത വരനായ ജെൻസനെ അവസാനമായി കണ്ടത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരങ്ങളും അടക്കം നഷ്ടമായതിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് പിന്നാലെയാണ് പ്രതിസന്ധിയിൽ ശ്രുതിയെ ചേർത്ത് നിർത്തിയ ജെൻസനും വിട പറഞ്ഞത്. ചൊവ്വാഴ്ച വൈകിട്ട് ഒരു വാഹനാപകടം ഉണ്ടായി. അതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അതായത് രക്തസ്രാവമൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് അദ്ദേഹം വിട പറഞ്ഞത്. 2 കാലിലും പരിക്കേറ്റ്, ശ്രുതിക്കും അപകടത്തിൽ പരിക്ക് സംഭവിച്ചിരുന്നു. അതെ, അതേപോലെ തന്നെ അദ്ദേഹം ഫഹദ് ഫാസിലും മമ്മൂട്ടിയൊക്കെ
ജെൻസിന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് പോസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. ഒരിക്കലും മറക്കില്ല, ശ്രുതിക്ക് ഇനിയും നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അതിനെതിരെ സംസാരിച്ചു ഇവർക്ക് വേണ്ടി. സത്യമാണ് അത്. ഇനി ശ്രുതിക്ക് ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ആരുണ്ടെന്നുള്ളൊരു ചോദ്യമൊക്കെ ഭയങ്കര നമുക്ക് വേദനാജനകമായ കാര്യം തന്നെയാണ്. എന്നാൽ പോലും അതെ വേദനാജനകമായ കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. എന്താണെങ്കിലും കുട്ടി ഇനിയും കരുത്തുറ്റ പറ്റും, സർവ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ആളുകൾ ഇതുപോലെ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പൊ നമുക്ക് അതിനെ പക്ഷെ അതിന് ഇത് നോർമലൈസ് ചെയ്യുമല്ല, നമുക്കതും സാധിക്കണം, തിരിച്ചു വരാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഉയർന്നു വരണം. ജെയ്സനും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇനി നമുക്കൊരു പുതിയ ഒരു നേട്ടമാണ്, അതായത് ചരിത്രം കുറിച്ചൊരു നേട്ടം. അതായത് അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യർ ഇതുവരെ എത്തിയിട്ടില്ലാത്തതും ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ദൂരെയുള്ളതുമായ പദത്തില് ബഹിരാകാശ നടത്തം പൂർണ്ണ വിജയത്തിൽ എത്തിയിരിക്കുകയാണ്. അതായത് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ജാരഡ് ഐസക് മാൻ, സാറ ഗിലിസ് എന്നിവരാണ് ചരിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച ഡ്രാഗൺ പേടകത്തിലിരുന്ന് കേരളത്തിന്റെ മരുമകൾ അന്ന മേനോൻ, സ്കോട്ട് പൊറേറ്റ് എന്നിവർ ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. ഇന്നലെ രാവിലെ 6:52 ശതകോടീശ്വരൻ കൂടിയായ ജാരഡ് ഐസക്മാനാണ് ആദ്യമായി ബഹിരാകാശത്ത് ചുവട് വെച്ചത്. അതുപോലെ തന്നെ വാണിജ്യ സംരംഭത്തിൽ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കുന്ന ആദ്യ വ്യക്തി എന്ന ബഹുമതി അമേരിക്കൻ ശതകോടീശ്വരനായ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, നോട്ട് ദ പോയിന്റ്. പിഎസ്സിക്ക് ക്വസ്റ്റ്യൻ വരും, അതുകൊണ്ട് പറഞ്ഞു കണ്ടുപിടിച്ചോളൂ അല്ലേ. എന്നാലും കൺഗ്രാജുലേഷൻസ്. അടുത്ത നമ്മുടെ സുഭദ്രാവധത്തിലെ പ്രതികൾ ഒളിവിലായിരുന്നല്ലോ, അവരെ ഇന്നലെ പിടിച്ചു. ട്രെയിനിൽ നിന്നാണ് പിടിച്ചത്. ഇനി പിടികിട്ടി. ഇനി എങ്ങനെയാണ് കഥകൾ വരാൻ പോകുന്നത്, കഥകളല്ല എന്താണെന്ന് സംഭവിച്ചെന്ന് അറിയാൻ പറ്റുള്ളൂ. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവര് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മണ്ണാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായിട്ട് അവരെ ചോദ്യം ചെയ്യും. ഇതൊക്കെയല്ലേ കൊലയോ കൊല. ഇതുമാത്രം കൊല്ലാൻ ഉമ്മാർക്ക് എങ്ങനെ മൈൻഡ് വരുന്നല്ലേ ദുഷ്ടന്മാര്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മുടെ മണിപ്പൂരിനെ പറ്റി നമ്മൾ ഒരുപാട് ദിവസങ്ങളായി വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിലെ ജിരിബാലിൽ ഇന്നലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കത്തി നശിപ്പിച്ചു അജ്ഞാതന്മാര്. അതായത് ചികിത്സിക്കാൻ എത്തേണ്ട ആശുപത്രിയെ കത്തി നശിപ്പിച്ചിരിക്കുകയാണ്. കർഫ്യൂ തുടർന്നുകൊണ്ടിരിക്കുന്നു. പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇംഫാൽ നിൽക്കുന്നത്. അതായത് നമ്മൾ വീണ്ടും സംസാരിക്കുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും ഒരു താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിനെ പറ്റിയാണ്. ബംഗ്ലാദേശിൽ നടന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ബംഗ്ലാദേശിനെ ഇതിനെ ഒരു ഉപമയാക്കുന്നത്. കാരണം ഇതുപോലെ ചെറിയൊരു പ്രശ്നം കത്തി ആളിക്കത്തി വലിയൊരു പ്രശ്നമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം, പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ആയിരക്കണക്കിന് മരണം, അക്രമം, തീ നശിപ്പിക്കുന്നു, മെട്രോ സ്റ്റേഷൻ ഇല്ലാണ്ടാവുന്നു, ഒന്നും അറിയാത്ത ജനങ്ങൾ ഇല്ലാതാവുന്നു. ഇതൊക്കെ നമ്മൾ ഇതുപോലൊരു തുടക്കം മാത്രമായിരുന്നു. രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ തല അടിച്ചു പൊട്ടിക്കുക, ഇപ്പൊ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ തല അടിച്ചു പൊട്ടിക്കുക നമുക്ക് ചിന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. രാജ്യദ്രോഹമാണ് അത്തരത്തിലുള്ളത്. അതിന് വരെ അവിടെ അങ്ങനെ ഒരു വഴി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ചെറിയ കാരണം എന്നല്ല, കാരണങ്ങൾ പുറപ്പെട്ടു വന്നിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ ഇല്ലാണ്ടാക്കുന്നു, മെട്രോ സ്റ്റേഷനിൽ തീ വെക്കുന്നു, റേഡിയോ സ്റ്റേഷൻ തീ വെക്കുന്നു, മാധ്യമപ്രവർത്തകന്റെ വണ്ടിയിൽ ഇരുത്തി ചുട്ടെരിച്ച് കൊല്ലുന്നു. ഇതൊക്കെ അവിടെ നടന്ന സംഭവമാണ്. ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യാത്തത് ബംഗ്ലാദേശ് ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിലെ ന്യൂസ് അറിയാവുന്നവർക്ക് അറിയാം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പൊ മണിപ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഹെൽത്ത് സെന്ററിന് തീ വെച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. അപകടമുണ്ടോ? മണിപ്പൂരിൽ സംഘർഷ അന്തരീക്ഷം രൂക്ഷമാകുന്നു. മൊയിൻപൂർ മൊയ്തികളുടെയും കുക്കികളുടെയും മണിക്കൂറുകളകം പരസ്പരം വെടിയുതിർത്തു. ജിരിബാമിലെ ബോറോബെക്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് അജ്ഞാതർ തീയിട്ടു. ആളപായമില്ല. അപ്പം ആളുകൾക്ക് പരിക്കില്ലെങ്കിൽ പോലും ഇനി ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഉറപ്പാണ് അവിടെ അപകടങ്ങൾ ഇഷ്ടംപോലെ സംഭവിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ ഇനി ആളുകൾ എവിടെ പോകും? ഇങ്ങനെ ഒരു ഹെൽത്ത് സെന്ററിന് നേരെയൊക്കെയുള്ള തീയിട്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ എവിടെയൊക്കെ തീയിടാനുള്ള സാധ്യതകളുണ്ട്. അത് ആരാ ഇടുന്നത്? ഇതിപ്പോ രണ്ട് വർഗ വിഭജനം നേരിടുന്നത് കൊണ്ടുള്ള ഒരു ആളിക്കത്തലാണ് നമുക്കറിയാം. ഇതിന്റെ പേരില് മറ്റു പലരും ഇത് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അവിടെ എന്തൊക്കെ അവസ്ഥകൾ ഇനി വരുന്നു എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കർഫ്യൂവും മൊബൈൽ ഇന്റർനെറ്റ് നിരോധനവും തുടരുന്ന ഇംഫാൽ താഴ്വരയിൽ ഏതു നിമിഷവും സംഘർഷം പൊട്ടിപ്പുറപ്പെടാവുന്ന സാഹചര്യമാണ്. ഇംഫാൽ വെസ്റ്റ്,
കോങ്പോക്കി, തിഷ്ണപൂർ, ചുരാൻപൂർ അതിർത്തികളിൽ ആയിരക്കണക്കിന് സൈനികരാണ് കാവൽ നിൽക്കുന്നത്. ആയിരക്കണക്കിന് സൈനികർ കാവൽ നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും അക്രമത്തെ നിയന്ത്രിക്കാനോ ഇതുപോലുള്ള ഇത് രൂക്ഷമാകാതിരിക്കാനോ പരിശ്രമിക്കാത്തത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ കേന്ദ്ര ഭരണത്തെ വീണ്ടും വീണ്ടും വിമർശിക്കുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇവർ ഇതുവരെയും ഒരു ശക്തമായ നിലപാട് ഇതിനെതിരെ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം അല്ലെ. കാരണം മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇത്ര വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് വേണ്ട പരിഹാരം കണ്ടെടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഇതിനും എതിരെ ഒരു ശക്തമായ പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അതേസമയം തന്നെ സൈനിക തോക്കുകളുമായാണ് പോലീസ് നിൽക്കുന്നത്. അതിനെതിരെ കുക്കികൾ വിമർശിക്കുകയും ചെയ്തു. അതായത് ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും ഉണ്ടായ സാഹചര്യത്തിൽ സൈനിക ആയുധങ്ങളുമായി മണിപ്പൂർ പോലീസ് മീഡിയം മിഷൻ ഗണ്ണുകൾ വാങ്ങിയ മണിപ്പൂർ പോലീസ് പരിശീലനത്തിനായി സൈന്യത്തിന്റെ സഹായവും തേടി. യുദ്ധമേഖലയിൽ ഉപയോഗിക്കാവുന്ന 7.26 mm K2A1 തോക്കുകളാണ് പോലീസ് സംരംഭിച്ചിട്ടുള്ളത്. കലാപത്തിൽ മേദികളുടെ പക്ഷം ചേർന്നാണ് ആരോഗ്യശേഷിയുള്ള തോക്കുകൾ സ്വന്തമാക്കിയത്. വംശഹത്യക്കാണെന്നും കുക്കി ഗോത്രങ്ങൾ ആരോപിച്ചു. അതായത് കുക്കി ഗോത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പോലീസും, ഒരുപക്ഷെ അത് ശരിയായിരുന്നു, പോലീസുകാരടക്കം കുക്കി വംശജരെ ഇല്ലാതാക്കാൻ വേണ്ടി മേദി വിഭാഗക്കാരുടെ കൂടെ നിന്നിരുന്നു. അപ്പൊ ഇതുപോലുള്ള വലിയ തോക്കുകൾ, സൈനിക തോക്കുകൾ പോലുള്ള ഒരു ഉപയോഗം കൊണ്ട് അവരും ചിലപ്പോൾ ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും. അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത്. ഇന്റർനെറ്റ് സേവനമൊക്കെ റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു. വ്യാജ വാർത്തകളൊക്കെ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അവര് ഇന്റർനെറ്റ് സംവിധാനം നിർത്തലാക്കി. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കണം. 52 വിദ്യാർത്ഥികൾ എങ്ങാണ്ടാണ് പരിക്കേറ്റത്. അതായത് അവിടുത്തെ സർവകലാശാലയിലുള്ള ബിരുദ പരീക്ഷകളൊക്കെ മാറ്റിവെച്ചു. അതെ, അതാണ് ഞാൻ മണിപ്പൂരിൽ അത്രയും വലിയ കാര്യങ്ങൾ സംഭവിച്ചത് നമ്മുടെ ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത്. അതെ, ഇന്റർനെറ്റ് കട്ടാക്കിയതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ഇന്റർനെറ്റ് കട്ടാക്കിയത്. ഫേക്ക് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ് ഇതെന്ന് വിചാരിക്കാം. ഒരു പക്ഷെ അതല്ലെങ്കിൽ, അതായത് ജനങ്ങൾക്ക് ആവശ്യമായ നീതി പ്രകടിപ്പിക്കാൻ വേണ്ടി, അതായത് അവിടെ നടക്കുന്ന വിഷയത്തെ പറ്റി എങ്ങനെ ഒരാളോട് പറയാൻ പറ്റാത്ത രീതിയാണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും അവിടെ ഇന്റർനെറ്റ് സൗകര്യം ഇല്ല. ഇപ്പോഴും അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര പേരാണ് മരിച്ചിരിക്കുന്നതെന്നുള്ള ഒരു കാര്യവും നമുക്ക് അറിയാൻ പാടില്ല. ആ അറിയാത്ത കാര്യത്തിന്റെ കാരണം ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഇന്റർനെറ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ആക്രമിക്കും. കാരണം ഒരു പട്ടാളക്കാരനെ വരെ അങ്ങനെ കൊന്നിട്ടുണ്ട്. സംശയാസ്പദമായ നിഴലിൽ കണ്ടതുകൊണ്ട് മാത്രം ഒരു പട്ടാളക്കാരനെ അടക്കം അവരവിടെ കൊന്നിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരായ ഒരു ജനങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല. മാത്രമല്ല ഇപ്പൊ അവിടെ സൈനിക ചുറ്റുവട്ടമാണ്, അവിടെ സൈനികരാണ് എന്നാൽ പോലും കേന്ദ്ര ഭരണം വരെ മിണ്ടാതിരിക്കുമ്പോൾ ഒരു മണിപ്പൂരിലെ മുഖ്യമന്ത്രി മേദി വിഭാഗക്കാർക്ക് സപ്പോർട്ടാണ്. അതായത് അക്രമം നടത്തിക്കോ എന്ന് പറഞ്ഞാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭരണം അവിടെ നിലനിൽക്കുമ്പോൾ ഒരു ജനതയ്ക്ക് വേണ്ടി തുടച്ചു മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സംവിധാനം മുഴുവനും അവിടെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വരെ ചിന്തിച്ചു പോകും. എല്ലാ ജനങ്ങൾക്കും ഒരേ നീതി ലഭിക്കേണ്ടതാണ്. അതിനു വേണ്ടിയെങ്കിലും പരിശ്രമിക്കേണ്ടതാണ്. അതെ, അത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്നല്ല, അവിടെ കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളടക്കമുള്ളവർ അവിടെ ഉണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും അവരുടെയൊക്കെ ഒന്ന് മുഖാലോചന കഴിഞ്ഞാൽ തന്നെ പകുതി അക്രമം ഇല്ലാതാക്കാൻ സാധിക്കും. അതെങ്കിലും കൃത്യമായിട്ട് പാലിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനും തയ്യാറായി മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനും തയ്യാറാണെന്ന് മമതാ ബാനർജി. പദവിയെക്കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. എനിക്ക് മുഖ്യമന്ത്രി പദവി ആവശ്യമില്ല. സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം, മമത മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് ഇത് ജനങ്ങള് ഇപ്പൊ ഡോക്ടർമാരെല്ലാം സമരത്തിൽ തന്നെയാണ്, ഇപ്പോഴും സമരത്തിൽ തന്നെയാണ്. അപ്പൊ അതെ, ജൂനിയർ ഡോക്ടർമാരും ബംഗാൾ സർക്കാരും ഒരേ ലക്ഷ്യത്തിനാണ് പരിശ്രമിക്കുന്നതെന്നും കൊല്ലപ്പെട്ട PG ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണമെന്നും മമത പിന്നീട് പറഞ്ഞു. സമരം ഒത്തുതീരുമെന്ന് പ്രതീക്ഷിച്ച ബംഗാളിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. സമരം ബംഗാളിലെ ആരോഗ്യ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. ഇത് ഒത്തുതീർപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും ഡോക്ടർമാർ നിസ്സഹകരിക്കുകയാണ്. സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചെങ്കിലും ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കില്ല. മുതിർന്നവർ എന്ന നിലയിൽ ക്ഷമിക്കുകയാണ്, മമത പറഞ്ഞു.
ഏതായാലും അത് വ്യക്തമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർമാർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാർ ഉന്നയിക്കുന്ന കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ അവരിങ്ങനെ സമരത്തിലേക്ക് ആരോഗ്യ മേഖലയിലുള്ളവർക്ക് പോലും സേഫ്റ്റി ഇല്ല. അത് പിന്നെ പുറത്തുള്ള ഒരാൾക്ക് ഇങ്ങനെ സേഫ്റ്റി വരുന്നത് അവര് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാ, അവരെ തന്നെ ക്രൂരമായിട്ട് കൊല്ലപ്പെടുത്തുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാല് ചിന്തിക്കുമ്പോ തന്നെ എന്തോ പോലെ ആവും. അതെ അതെ അതെ. എന്താണെങ്കിലും അതിനെതിരെയൊക്കെയുള്ള ശക്തമായ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും മറ്റൊരു പറഞ്ഞു വാഹന ഗ്ലാസുകളിലെ സേഫ്റ്റി ഗ്ലേസിംഗിന്റെ ഒരു വാർത്തയാണ്. അതായത് നിർദ്ദിഷ്ട മാനദണ്ഡം പാലിച്ചാല് നടപടിയോ പിഴയോ എടുക്കില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ നിർദ്ദിഷ്ട മാനദണ്ഡം അനുസരിച്ചുള്ള സേഫ്റ്റി ഗ്ലേസിംഗ് ആണെങ്കിൽ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാനോ പിഴ ഈടാക്കാനോ പാടില്ലെന്നാണ് ഹൈക്കോടതി വിധി. ചട്ടത്തിൽ ഭേദഗതി വന്ന ശേഷം ഗ്ലാസുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു. അതായത് വാഹനത്തിന്റെ മുൻ പിൻ ഗ്ലാസുകളിൽ 70% സൈഡ് ഗ്ലാസ് 70%, സൈഡ് ഗ്ലാസുകളിൽ 50% എന്നിങ്ങനെയെങ്കിലും പ്രകാശം കടന്നു പോകണമെന്നാണ് ചട്ടത്തിലെ വ്യവസ്ഥ. ചൂടിന്റെ 70% വരെ പുറന്തള്ളുന്ന ഫിലിം വിപണിയിൽ ലഭ്യമാണെന്ന് ഹർജിക്കാരനും ഗാർവാറെ ഹൈടെക് ഫിലിംസ് കമ്പനിയുടെ സംസ്ഥാന സ്റ്റോക്കിസ്റ്റുമായ MK മുഹമ്മദ് പറഞ്ഞു. എന്താ സംഭവം? ലേസിംഗ് എന്ന് വെച്ചാൽ മറ്റേ സൺറൂഫ് ഗ്ലാസ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഉള്ള ഗ്ലാസിന്റെ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ചെയ്താൽ ഇനിയും പിഴയൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അതായത് നിർദ്ദിഷ്ട മാനദണ്ഡം പാലിച്ച് വേണം. അതെ, അത് സൺറൂഫ് ഗ്ലാസിനാണെങ്കിലും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ നിരവധി ഉണ്ട്. അതെല്ലാം കൃത്യമായി പാലിച്ച് ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആദ്യം കുണ്ടും കുഴി അടയ്ക്കൂ, എന്നിട്ട് AI ക്യാമറകൾ മാറ്റൂ. നേരത്തെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കിലിരിക്കുന്ന ആള് ഫ്രണ്ടിലിരിക്കുന്ന ആളോട് സംസാരിച്ചാല് എന്തെല്ലാം കൊറേ നേടൂലോ അങ്ങനെയാണെങ്കിൽ. അതെ, ഏതൊക്കെ വഴിയിലൂടെ ഒപ്പിക്കാവോ അതെല്ലാം നോക്കും. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. എന്താണെങ്കിലും അതും കൃത്യമായ ഒരു ഇതെത്തി. നമുക്കെന്നാൽ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്പോർട്സിലോട്ട് പോയാലോ? സ്പോർട്സിനെ പറ്റി പറഞ്ഞോളൂ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട അറിയാത്തവർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്, സ്പോർട്സ് അറിയാത്തവർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. ISL നിന്ന് തുടക്കം കുറിക്കുകയാണ്. ISLന് ഇന്ന് കിക്ക് ഓഫ്, 11ാം സീസൺ നിന്ന് കിക്ക് ഓഫ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 11ാം സീസണിന് ഇന്ന് കൊൽക്കത്തയിൽ കിക്ക് ഓഫ്. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ തവണ ഫൈനലിസ്റ്റുകളായ മോഹൻ ബഗാനും മുംബൈ സിറ്റി FCയും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക. കൊൽക്കത്തയിലെ ഒരു ISL നടത്തണമെന്നൊക്കെ ഉള്ളൊരു വിവാദങ്ങൾ സംസാരിച്ചിരുന്നു. അവിടുത്തെ ഫുട്ബോള് മികവുറ്റതാക്കണമെന്നും പ്ലസ് അതിന്റെ കൂടെ തന്നെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി, കൊൽക്കത്തയിലെ ഡോക്ടറിന് ഒരു പ്രതിഷേധം അറിയിക്കുന്നതിനും കൂടെ വേണ്ടിയായിരുന്നു ഇത് നടത്തുന്നത്. 13 ടീമുകളാണ് മത്സരിക്കുന്നത്. അതെ അതെ അതെ. കേരള ബ്ലാസ്റ്റേഴ്സ്, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുംബൈ സിറ്റി FC, ചെന്നൈ FC, ബംഗളൂരു FC ഗോവ, ഹൈദരാബാദ് FC, നോർത്ത് ഈസ്റ്റ്, ഒഡീഷ FC, ജംഷഡ്പൂർ FC, പഞ്ചാബ് FC, മുഹമ്മദൻസ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളാണ് 3 കൊൽക്കത്ത ടീമുകൾ ഒന്നിച്ചെത്തുന്ന ആദ്യ ISL എന്ന അപൂർവ നേട്ടവും 11ാം സീസണിലുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഈസ്റ്റ് ബംഗാളിനും പിന്നിലെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് കൂടി ഇന്ത്യയുടെ ടോപ്പ് ഡിവിഷൻ ക്ലബ് ലീഗിൽ അരങ്ങേറുന്നതിന്റെ ആവേശം 3 ഇരട്ടിയാണ്. എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ആദ്യത്തെ മത്സരം തിരുവോണ നാളിലായിരിക്കും. പഞ്ചാബ് FCക്കെതിരെയാണ്. ജയിക്കും ഉറപ്പല്ലേ? എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കടുത്ത പരിശീലനത്തിലാണ്. ഇന്നലെ വടംവലിയൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഫോട്ടോ മലയാള മനോരമ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കേരളം ഓണമാണല്ലോ, അപ്പൊ നമ്മൾ എന്താണെങ്കിലും ഇത് വടം വലിക്കണമല്ലോ. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട സ്പോർട്സ് വാർത്ത. പിന്നെ വജ്രം തേടി നീരജ്. ഈ സീസണിലെ ഡയമണ്ട് ലീഗ് അത്ലറ്റ് മത്സരത്തിൽ കലാശക്കൊട്ടായ ഡയമണ്ട് ലീഗ് ഫൈനലിൽ ബെൽജിയത്തിലെ ബ്രസീലിൽ ഇന്ന് തുടക്കം. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫൈനലിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ പ്രതീക്ഷയായി നീരജ് ചോപ്ര മത്സരിക്കുന്നുണ്ട്. അതെ, നീരജ് ചോപ്ര അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് തെളിയിച്ചതാണ്. പക്ഷെ ഒന്നും പതുങ്ങിപ്പോയി. വീണ്ടും തിരിച്ച് അതേ ശക്തിയോടെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, 2 ദിവസമായിട്ട് ഓണാഘോഷം. എങ്ങും നോക്കിയാലും ഓണാഘോഷം. സെറ്റ് സാരി സുന്ദരന്മാരും. അതെ, തീർച്ചയായിട്ടും സുന്ദരന്മാരും. അപ്പം ഓണാഘോഷം, സ്കൂളിലൊക്കെ ഓണാഘോഷം തകർക്കുകയാണ്. ഞാൻ എന്റെ ഓർമ്മകൾ കൈവരട്ടെ.
ഓക്കെ, നല്ല അടിച്ചു പൊളിക്കുകയാണ് സ്കൂളുകളിലെല്ലാം. ഇന്ന് സ്കൂളുകളിലൊക്കെ മാത്രമല്ല കോളേജും അല്ല, നമ്മുടെ ഓഫീസുകളിലും എല്ലാം ഉണ്ട്. അതെ അതെ, എല്ലായിടത്തും ഓണാഘോഷമുണ്ട്. ഓണാഘോഷം ഞങ്ങൾക്കും ഓണാഘോഷമുണ്ട്. ഓക്കെ, എന്താണെങ്കിലും സ്കൂളിലൊക്കെ അടിച്ചതാണ്. പിന്നെ എല്ലാം കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ ആവേശത്തിൽ പലതും ചെയ്യുന്നത്, പല അപകടങ്ങളൊക്കെ വണ്ടികളൊക്കെ കോളേജുകളിൽ പ്രത്യേകിച്ച്